ഹായ്. സോ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് വിഷൻ ബോർഡ് അങ്ങനെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാനൊരു വിഷൻ ബോർഡ് ചെയ്തു തുടങ്ങിയത്. അപ്പം വിഷൻ ബോർഡിലെ എല്ലാം നടന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് അതേപോലെ നടന്നിട്ടില്ല, പക്ഷേ വേറൊരു രീതിയിൽ നടന്നു. ബട്ട് ഇപ്പോൾ ആലോചിക്കുമ്പം ഞാനുമായിട്ട് കുറച്ചും കൂടെ അലൈൻ ചെയ്ത രീതിയിൽ ആണ് നടന്നിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു നമ്മൾ വിഷൻ ബോർഡ് തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വി ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് യൂണിവേഴ്സ് ആൻഡ് ടൈം ഓൾസോ. അപ്പോൾ ഈ വർഷം ഞാൻ അതേപോലെ തന്നെ ഒരു പിന്നെ വേറൊരു ഫണ്ണി തിങ്, ഒരു വിഷൻ ബോർഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചു പിക്ചേഴ്സ്, പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ലിസ്റ്റായിട്ട്. പിന്നെ എനിക്ക് സോ മെനി ഡയറീസ് എനിക്കിങ്ങനെ ഉണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടിയിട്ട്, ഡേ ടു ഡേ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്, മ്യൂസിക്കിൻ്റെ ലിറിക്സ് എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ പിന്നെ ഞാൻ കവിത ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കവിതകൾ എഴുതുന്ന ബുക്ക്, അങ്ങനെ 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 നിറയെ എൻ്റെ കയ്യിൽ ഡയറീസാണ് കേട്ടോ. ഞാൻ അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഡേ ടു ഡേ കാര്യങ്ങൾ എഴുതാനും ഗ്രാറ്റിറ്റ്യൂഡ് പോലെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഈ ഒരു ഹാബിറ്റ് ഞാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹാബിറ്റായി, ഈ ഡയറി റൈറ്റിംഗ്, ജേണലിങ്, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക് രാഗാസാണ്. ഇതിൻ്റെ 2 വോളിയം ഞാൻ ഈയിടെ വാങ്ങിച്ചതാണ്. മ്യൂസിക് അക്കാഡമിയിൽ നിന്നാണ് വാങ്ങിച്ചത്, വിച്ച് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ മീ. ഇതാണത് കേട്ടോ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ ഭാരതീയ സംഗീതം എന്ന് സ്റ്റാർട്ടിങ്, രാഗനിധി എന്നാണ് പേര് കേട്ടോ. രാഗനിധി എന്നാണ് ബുക്കിൻ്റെ പേര്. ബി സുബ്ബറാവുവിൻ്റെ ബുക്കാണ്. മ്യൂസിക് അക്കാഡമിയിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചത് കേട്ടോ. മാർഗഴി മഹോത്സവത്തിന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. പിന്നെ കമ്മിങ് ബാക്ക് ടു ഇതൊക്കെ സത്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ അടുത്ത വർഷത്തെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ വർഷം ഞാൻ എഴുതിയത് ലൈക്ക് എനിക്ക് പേടിയാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഇനി പറഞ്ഞിട്ട് നടക്കാതായാലോ, അല്ലെങ്കിൽ ലൈക്ക് ഞാൻ എവിടെയോ കണ്ടാണ്, നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് അപ്പം തന്നെ ഓൾറെഡി ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് വരും, പിന്നെ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കില്ല. സോ ഞാൻ ജനറലി ഓവറോളായിട്ട് പറയാം, ഓരോ പോയിൻറ്റ്സായിട്ട് പറയാം, പിന്നെ കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ ആയിട്ട് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ പറയാമല്ലേ. ഞാൻ കഴിഞ്ഞ വർഷത്തെ നോക്കട്ടെ, ഞാൻ എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു വിഷൻ ബോർഡ്. പിന്നെ പുതിയത് സ്റ്റാർട്ട് ചെയ്യല്ലേ, കാരണം ഞാൻ ഡയറീസൊക്കെ എടുത്ത് കളയല്ല, സോറി, ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പുതിയതാണ്, പുതിയ ഡയറീസ്, പുതിയ ബുക്ക്, എല്ലാം പുതിയതാണ് കേട്ടോ. അതിൻ്റെ ജനറലി ഉള്ളൊരു പറച്ചിലാണ് കളയുക എന്നുള്ളത്. അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു വാക്ക്. എന്തായാലും കഴിഞ്ഞ സാധനം എടുത്ത് കളയുക എന്ന് പറയുന്ന വാക്ക് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. സോറി ഇഫ് ഐ ഹേർട്ട് എനിബഡി. അപ്പോൾ ജനറലി നമ്മൾ അതിനെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഹെൽത്താണ് വരുന്നത്. പിന്നെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും, ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ, ആ ലെവലിലുള്ള എല്ലാ ഹെൽത്ത്. പിന്നെ അതിനുശേഷം വെൽത്ത്, ട്രാവലിംഗ്, ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്നും ഈ വർഷം അച്ചീവ് ചെയ്യാനുള്ള ഗോൾസൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ട്രാവൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ട്രാവൽ ചെയ്ത മെയിൻ, ഇപ്പം എൻ്റെ ഇതായിട്ട് അലൈൻ ചെയ്ത സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ തപ്പോള, മഹാരാഷ്ട്രയിലെ തപ്പോള എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റിൽ പോയി. പിന്നെ നമ്മൾ മേഘാലയ, മേഘങ്ങളുടെ കൂടാരം, ഈ 2 വിച്ച് ഈസ് ട്രൂലി അലൈൻ ടു മീ. എനിക്ക് വേണ്ട 2 സ്ഥലങ്ങളാണ് പോയത്. അപ്പോൾ അതേപോലെ 2 സ്ഥലമാണ് ഞാൻ ഇപ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം, കാരണം കാടും മലയൊക്കെ ഉള്ള സ്ഥലം.
സോ അങ്ങനെ ട്രാവൽ ഡെസ്റ്റിനേഷൻസ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഞാൻ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം പറയാം കേട്ടോ. എൻജോയ് ബോർഡം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതിപ്പോൾ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴെങ്കിലും ബോർ അടിക്കാൻ തോന്നിയാൽ നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യും, ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യും. കാരണം ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ മെൻ്റൽ സ്പേസിനെ ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് കൊണ്ട് ഒക്കുപ്പൈ ചെയ്യുന്നത് ഇപ്രാവശ്യം വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സോ എല്ലായിടത്തും ഒരു ഡീറ്റോക്സും നമ്മളിപ്പം ഡീറ്റോക്സ് വാട്ടറൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് മെൻ്റൽ ഒരു ഡീറ്റോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എഴുതിയിട്ടുണ്ട്. ബോർഡത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളൊരു പോയിൻ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കൊക്കെ പറയാം കേട്ടോ. പിന്നെ പ്രൊബയോട്ടിക്സ് ഞാനത് ഇപ്രാവശ്യം, കാരണം നമ്മുടെ 70% നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടാണ്. സോ ഗട്ടിന് ഏറ്റവും വേണ്ടത് പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ് ആണ്. ഇപ്പം ഞാൻ ഇതൊക്കെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ മിൽക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കേർഡ്, പണ്ടൊക്കെ ഞാൻ മിൽക്ക് ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കേർഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കേർഡ് പറ്റാത്തതുകൊണ്ട് എൻ്റെ പ്രോബയോട്ടിക്സ് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ ഉപ്പിലിട്ട് വെക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കും, വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ കാണിക്കും ഉറപ്പായിട്ടും. പ്രോബയോട്ടിക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ചിട്ട ഉണ്ടായിരുന്നു, എൻ്റെ എക്സസൈസ്, ബ്രീത്തിങ്, മെഡിറ്റേഷൻ, അതെല്ലാം ഞാൻ ഇപ്രാവശ്യം അതേപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു വ്യത്യാസവും ഞാൻ വരുത്തത്തില്ല. ഓഫ് കോഴ്സ് മ്യൂസിക് പ്രാക്ടീസ്, ഇതൊക്കെ എൻ്റെ കൂട്ടത്തിൽ ഉള്ള സാധനമാണ്, അതെല്ലാം അതേപോലെ തന്നെ ഉണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. പിന്നെന്താ, വേറൊരു പോയിൻ്റ് ഉണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ നിങ്ങൾക്കും കൂടെ നോക്കാം. അത് ശരിക്കും പേളി മാണിയുടെ ഒരു വീഡിയോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ്ലി ചെക്കിങ് ആൻഡ് ബി അവെയർ അബൌട്ട് ദ ഡോമിനൻറ്റ് ഇമോഷൻ ത്രൂ ഔട്ട് ദ ഡേ. അതായത് ത്രൂ ഔട്ട് ദ ഡേയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യാണ് എന്താണ് ഞാൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഇമോഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നൊരു ചെക്ക് നടത്തുക. കാരണം വി ആർ മോർ പ്രോൺ ടു, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുത്താൽ അതിൽ അരഭാഗം വെള്ളം എന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ ഒരു നേച്ചർ തന്നെ, അയ്യോ ആ ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ, ഈ രീതിയിൽ ചിന്തിക്കുന്ന പേഴ്സ്പെക്റ്റീവ്. അപ്പം അല്ല, എനിക്ക് ഈ ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ എന്നും ചിന്തിക്കാമല്ലോ. അപ്പം എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത് എന്നൊന്ന് അവെയർ ആവുക. ചിന്തകൾ അങ്ങനെ തന്നെ പൊക്കോട്ടെ. ഇപ്പം അത് പോയ ശേഷം നമുക്കിപ്പം പൊക്കോണ്ടിരിക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ ഓക്കെ, അവിടെ നിന്ന് അത് കട്ട് ചെയ്യുക എന്നുള്ളത്, അതിനെ ഒരു പോസിറ്റീവ് ഇതിലേക്ക് നമുക്ക് മാറ്റി ചിന്തിക്കാം. നമുക്ക് ചിന്തിക്കാതെ, കാരണം നമ്മുടെ ഒരു കൺട്രോളല്ല, ഒരു മനുഷ്യൻ 8000-ഓളം വെറും 8000-ഓളം നമ്മൾ വെറുതെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ തോട്ട്സിനൊന്നും കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റില്ല. ബട്ട് നമുക്കത് കഴിഞ്ഞിട്ട് ഒരു നെഗറ്റീവ് തോട്ടിനെ റീപ്ലേസ് ചെയ്ത് പോസിറ്റീവ് തോട്ട് ആക്കാൻ നമുക്ക് കോൺഷ്യസ്ലി നമ്മളത് ശ്രമിക്കുമ്പോൾ നമുക്കത് പറ്റും. സോ ഈ വർഷത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് ആ ഒരു ഇതാണ്, ചെക്കിങ് മൈ ഡോമിനൻ്റ് ഇമോഷൻ ത്രൂ ഔട്ട് ദ ഡേ. ഈ റെസൊല്യൂഷനിലേക്ക് എന്നെ എത്തിച്ചേരാനായിട്ട് പേളി മാണി ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു പേളി മാണി. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്, അത് പിന്നെ നടക്കാതെ വന്നാലോ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് കൊണ്ട് നടക്കാതെ വന്നാലോ. സോ പിന്നെന്താ, സ്ലോ ഡൗൺ നെർവസ് സിസ്റ്റം. അതായത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഒരു മിസ്സുണ്ട്. മിസ്സിനെ കണ്ടിട്ടാണ് ഞാനത്, കാരണം മിസ്സ് എപ്പോഴും ഭയങ്കര, നമ്മൾ ഈ റീലൊക്കെ കണ്ടിട്ടില്ലേ, ചിലരിങ്ങനെ ടെൻസ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കുക, ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുക. ദീസ് തിങ്സ് ആർ വെരി മച്ച് എഫക്റ്റിംഗ് അവർ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഏറ്റവും വേണ്ടത് സ്ലോ ഡൗൺ ആണ്. സോ സ്ലോ ഡൗൺ നെർവസ് സിസ്റ്റം എന്നുള്ളൊരു സാധനം, എനിക്കും ഭയങ്കര വെപ്രാളത്തിൻ്റെ ഒരാളാണ് ഞാൻ. വെപ്രാളം എന്ന് വെച്ചാൽ അങ്ങേയറ്റം വെപ്രാളം. അത് ഇങ്ങനൊരു ക്ലിക്ക് അടിക്കുമ്പോഴേ ആ വെപ്രാളം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചതുകൊണ്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ഐ ഹാവ് ടു ട്രൈ
അത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. സ്ലോ ഡൗൺ. പറയാൻ എളുപ്പമാണ്, എനിക്ക് എന്നെപ്പോലെ വെപ്രാളുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ബുദ്ധിമുട്ടുകളുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വർഷം ഞാൻ റെസൊല്യൂഷൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒന്നാമത് ഇത് തന്നെ സ്ലോ ഡൗൺ എന്നുള്ള പരിപാടി. പിന്നെ എൻജോയ് ബോർഡം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ സാധിച്ച് നമ്മൾ എന്തെങ്കിലും വലിയ സെയിൻറ്റുകളൊക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾ ദ കൈൻഡ് ഓഫ് ഇംപെർഫെക്ഷൻസ്, ഓൾ ദ ഫ്ലോസ് എല്ലാം അവിടെ ചേർന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ലെറ്റ് മീ ഗീവ് എ ചാൻസ് ടു ഇംപ്രൂവ് മൈ സെൽഫ്. ഇതിപ്പോൾ എത്ര പെർസെൻറ്റേജ് ഞാൻ ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, അത്രയും ഞാനൊരു നല്ലൊരു ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുകയല്ലേ. സോ ലെറ്റ് മീ ട്രൈ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് പിന്നെ ഇതൊക്കെ ലെറ്റ് മീ ട്രൈ ഗൈസ്. ഞാൻ തന്നെ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യട്ടെ. പിന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലൈക്ക് എൻ്റെ മനസ്സിലുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അപ്പോൾ എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അത് ഞാനിവിടെ പറയണമെന്ന് എനിക്കറിയത്തില്ല, എത്രത്തോളം എന്നെക്കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം. അതായത് ഞാൻ ഈ ലെക്ചർ നോട്ട്സൊക്കെ എഴുതുമല്ലോ, ലെക്ചർ നോട്ട്സൊക്കെ എഴുതുന്ന എൻ്റെ ആ ഒരു ബുക്ക്, എൻ്റെ നോട്ട് ബുക്ക് എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ എന്നുവെച്ചാൽ അതിനൊരു ചിട്ടയില്ല. കുക്കുരു ഇങ്ങനെ എഴുതി നമുക്കത് പിന്നെ ഒരിക്കലും അത് തുറന്ന് നോക്കി വായിച്ച് പഠിക്കാൻ തോന്നാത്ത രീതിയിലുള്ളൊരു എഴുത്ത്, റൈറ്റിങ്ങിലുള്ള ഡിസിപ്ലിൻ എൻ്റെ വളരെ മോശമാണ്. എഗെയിൻ അതിൻ്റെ വെപ്രാളം ആയിട്ട് ബന്ധപ്പെട്ട ഞാൻ സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അത്, കാരണം എൻ്റെ ചിന്തകൾ അത്രയും ഫാസ്റ്റായിട്ട് പോകുമ്പോൾ ഞാനത് അങ്ങനെ എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജനറലി എൻ്റെ എല്ലാത്തിൻ്റെ ആ ഒരു സ്പീഡ് കുറയ്ക്കുമ്പം ചിലപ്പം അതെൻ്റെ റൈറ്റിങ്ങിലും ആ ഒരു വൃത്തിയിൽ ഇൻഫ്ലുവൻസ് ആയേക്കാം എന്ന് ഞാൻ കരുതുന്നു. ആവട്ടെ. സോ എനിക്ക് എൻ്റെ എഴുത്തിൻ്റെ ആ ഒരു വൃത്തി എനിക്ക് വർദ്ധിപ്പിക്കണമെന്ന് വളരെ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നോട്ട്ബുക്സ് എല്ലാം ഇങ്ങനെ ജനറലി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം എഴുതി പിന്നെ നമുക്കതിലോട്ട് പോകാനായിട്ട് തോന്നത്തില്ല. ഞാൻ പഠിക്കുമ്പോഴും ഈവൻ എനിക്ക് റാങ്കൊക്കെ വാങ്ങിക്കുന്നതാണ് എന്നെ ടീച്ചേഴ്സൊന്നും വഴക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്ന് വെച്ചാൽ എക്സാമിനൊക്കെ മുന്നേ ഏറ്റവും നന്നായിട്ട് നോട്ട്സ് എഴുതുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന രീതിയാണ് അവലംബിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് എൻ്റെ ബുക്ക് തുറന്നു നോക്കാൻ തോന്നത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നല്ല മാർക്ക് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ധാരാളം വായിക്കുന്ന ശീലം ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ട് പോയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ. പിന്നെ എനിക്ക് ഗുഡ് പ്രോട്ടീൻ, ഗുഡ് ഫാറ്റ് ഒക്കെ കൂടുതൽ കഴിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡോപ്പമിൻ ഹിറ്റായിട്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നാലോ എന്നുള്ളൊരു ഉൾഭയമാണ്. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ, ബട്ട് ഐ ഡോണ്ട് കെയർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റെസൊല്യൂഷൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളെ കൂടുതൽ റിഫൈൻ ചെയ്യുക, കൂടുതൽ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇതാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം വിഷൻ ബോർഡിൽ എഴുതി വിചാരിച്ചതെല്ലാം 3/4 അതുപോലെയും അതിനേക്കാളും കൂടുതലും എനിക്ക് നടന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങച്ചം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും വരുന്ന വർഷം വളരെ മനോഹരമായൊരു വർഷമാവട്ടെ. നിങ്ങൾക്ക് നല്ല നല്ല റെസൊല്യൂഷൻസൊക്കെ എടുക്കാനും അത് ട്രൈ ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.